വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നാം എല്ലാവരും ഈ ദേവാലയത്തിൻ്റെ കൂദാശയ്ക്ക് ശേഷം ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുക. അനേകം മസ്കൻ സബിനാകളിൽ ആരാധിച്ച് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധമായ വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്ത ഒരു ദേവാലയത്തിൽ നാം ആയിരിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ കരവേലയത്രയും. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ മനോഹരമായ ഈ ക്രമീകരണം, വാസ്തുശില്പകലയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ എല്ലാ ശ്രദ്ധയും, അതിനപ്പുറത്ത് ദൈവം ആരാധിക്കുന്ന ഒരു കുടുംബത്തിന് നൽകിയ അതുല്യമായ സംരക്ഷണവും വാത്സല്യവും, അതോർക്കുമ്പോൾ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പ്രാർത്ഥിപ്പാൻ നാം നിർബന്ധിതരാകും. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഈ ഇടവകയിലെ മക്കളായ നിങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്ന് കർത്താവിന് ഈ ആരാധനാലയം നിർമ്മിക്കുന്നതിന് നിങ്ങൾ ആത്മീയമായി ഒരുങ്ങി എന്നതാണ് ഈ സകല പരിശ്രമങ്ങളും വിജയം പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനം. നാലാഞ്ചിറ ഇടവക നമ്മുടെ സഭയെ സംബന്ധിച്ച്, മേജർ അതിഭദ്രാസനത്തെ സംബന്ധിച്ച് വലിയ ഒരിടവക സമൂഹമാണ്. ആവേശം കൊണ്ടും തിടുക്കം കൊണ്ടും ആരും എടുത്തിയാടി പറഞ്ഞു കളയരുത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഏറ്റവും കുടുംബങ്ങളുള്ള പള്ളി നാലാഞ്ചിറയാണെന്ന്, അത് മാർത്താണ്ഡത്തു നിന്ന് അഭിനന്ദ വിൻസെൻ്റ് പിതാവ് നമ്മുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു കള്ളപ്രസ്താവന നമ്മൾ നടത്തരുത്. ഇതിനേക്കാൾ കുടുംബങ്ങളുടെ എണ്ണമുള്ള ഇടവക മാർത്താണ്ഡത്ത് നമുക്കുണ്ട്. 750ഓളം കുടുംബങ്ങളുള്ള ഇടവക സമൂഹങ്ങൾ അവിടെയുണ്ട്. ഈ നാലാഞ്ചിറ ഇടവകയെ സംബന്ധിച്ച് ഒരു സഭയുടെ പ്രാരംഭ ക്ലേശദിനങ്ങൾ മുതൽ ഇപ്പോൾ നവതി പൂർത്തിയാക്കി ശതാബ്ദിയിലേക്ക് നീങ്ങുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സംരംഭങ്ങളിലും പുണ്യപിതാവിനോടൊപ്പവും പുണ്യപിതാവിന് ശേഷം ദൈവം നിയോഗിച്ച അഭിഷിക്തരോടൊപ്പം നടന്നു നീങ്ങിയ ഇടവകയാണ്. ഈ ഇടവകയുടെ ഈ കാലഘട്ടത്തിലെ പ്രതിനിധികളായ നിങ്ങൾ ഈ ദേവാലയം പുനഃസ്ഥാപിക്കുന്നതിന്, പുനർനിർമ്മിക്കുന്നതിന് നിങ്ങളെടുത്ത സഭാസ്നേഹം, ദൈവബന്ധം, അത് ദൈവം നിങ്ങളുടെ തലമുറകളിലേക്ക് കൃപയായി വീണ്ടും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഞാൻ അനേക തവണ ഈ ദേവാലയ നിർമ്മാണ സമയത്ത് വന്നിട്ടുണ്ട്. വികാരിയച്ഛൻ ഉള്ളപ്പോഴും ഇല്ലാതെ ഇരുന്നപ്പോഴും ഇടവക്കാരും ഇല്ലാതിരുന്നപ്പോഴും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. അത് ദേവാലയത്തിൻ്റെ ഈ പണികൾ, കാരണം വികാരിയച്ഛൻ പറയുന്ന കുദാശയുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള 3-4 ദിവസത്തെ പ്രോഗ്രാം ഞാൻ എപ്പോഴും ബ്ലാങ്കായിട്ടായിട്ടിരുന്നത്. അതേത് സമയവും മാറും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ 3 തവണ എൻ്റെ ഡയറിയിൽ ഈ ഡേറ്റ് മാറി എഴുതിയിട്ടുണ്ട്. എനിക്കതിൽ ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഈ പള്ളിയുടെ കൂദാശ നടക്കില്ല. കാരണം സമയമെടുത്ത് ഇതിൻ്റെ അവസാനത്തെ പണികൾ പൂർത്തിയാക്കിയെങ്കിലേ അതിൻ്റെ മനോഹാരിത വരത്തുള്ളൂ. സമയമല്ല പ്രധാനം, ഇത് പൂർത്തീകരിക്കുക. അപ്പോൾ എല്ലാ പണിക്കുറവും തീർന്ന് ഇപ്പോൾ അത് മനോഹരമായി. ഞാൻ പ്രിയപ്പെട്ട വികാരിയച്ഛനെ, പാറയ്ക്കലച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിൻ്റെ കാരണം ഇത് മാത്രമാണ്. അനേക കണ്ണുകൾ ഈ കാഴ്ച കാണാൻ ആഗ്രഹിച്ചു. അനേകർ ഈ കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ പെരുന്നാട് ഇടവകയിൽ മാറിവാനിയോസ് പിതാവ് തൻ്റെ സന്യാസ ജീവിതം ആരംഭിച്ച പ്രദേശത്തെ ഇടവകയിൽ നിന്ന് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും വന്ന ഈ പുരോഹിതനെ കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കർമ്മം പൂർത്തിയാക്കിയതും അനുഗ്രഹീതമാക്കിയതും. അതൊരു സാന്ദർഭികമായ പരാമർശമല്ല. മാറിവാനിയോസ് പിതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് തുടങ്ങുന്നതിനും പൂർത്തിയാക്കുന്നതിനും
അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മുഖാന്തരമായി എന്ന് നാം പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ധാരാളം ആലോചനകളൊക്കെ നടന്നപ്പോൾ ഒരു പൂർത്തീകരണത്തിലേക്ക് വരണം എന്നത് ആഗ്രഹമാണെങ്കിലും പലപ്പോഴും അതിന് കാലതാമസം വന്നു. അതെല്ലാം അച്ഛൻ ക്ഷമയോടെയും പൂർണ്ണമായ ദൈവാശ്രയ ബോധത്തിലുമെല്ലാം അതിനെയെല്ലാം പരിഹരിച്ചു. ഇടവകയിലുള്ള നമ്മുടെ ഈ കുടുംബങ്ങളുടെ ഒരു റിസോഴ്സ്, സാമ്പത്തികമല്ലല്ലോ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ദൈവത്തിന് കൊടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ റിസോഴ്സ്. അത് പൂർണ്ണമായി അച്ഛനെല്ലാവരെയും ചേർത്ത് നിർത്തി ചെയ്തു. ദേവാലയ നിർമ്മാണത്തിൻ്റെ കുദാശയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട എത്രയോ കുടുംബങ്ങളെ ഈ ഇടവക സംരക്ഷിച്ചു. ഇന്നലെ ഞാൻ 3 പുതിയ ഭവനങ്ങൾ കുദാശ ചെയ്തു. ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് നഗർ എന്ന വട്ടപ്പാറയ്ക്കടുത്തൊരു സ്ഥലത്ത് പ്രിയപ്പെട്ട ജോഷ് തങ്ങളത്തിൽ സംഭാവന ചെയ്ത 5 സെൻറ്റ് സ്ഥലത്ത് അവിടെ 3 വീടുകൾ അവിടെ പൂർത്തീകരിച്ചു. മറ്റൊരു വീട് താലാഞ്ചിറയിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇനിയും അവിടെ വീടും പറമ്പുമില്ലാത്തവർക്ക് അത് ചെയ്തു കൊടുക്കാൻ മനസ്സായിരിക്കുന്നു. ദൈവാലയം മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധമുള്ള മൂറോൻ്റെ പരിമളം ഏറ്റമർഹിക്കുന്നവരിലേക്ക് വ്യാപിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട വികാരിയച്ഛനെയും ഇടവകയിലെ മക്കളെയും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എല്ലാ നന്മകളും നേർന്ന് ഇതിനോട് ചേർന്ന് നിന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അടുത്ത ഹ്രസ്വമായ ആശംസാ പ്രസംഗത്തിന് ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.